ഇപ്പൊ തുടങ്ങാല്ലേ? മീറ്റ് അൻവിൻ ജോസ്. എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഞാനൊരു അന്ധവിശ്വാസിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞ ഞെട്ടരുത്. പറഞ്ഞു തൊലക്കി. തെറ്റി UK ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് എടാ അങ്ങനെ ഉറക്കനെ പറയില്ലടാ, അതിന് ഫീൽ ആവും. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന, എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ആണോ അല്ലയോ? ആണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തവും വടിവത്തവുമായ രീതിയിലുള്ള ഉത്തരങ്ങൾ എനിക്ക് ലഭിക്കണം. എന്താണ് സർ? അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? അയ്യോ ഇഞ്ഞു വന്നാണ് നീ എന്തെന്ന് പറഞ്ഞ? അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞൂടാ. ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജില് പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. സാരമില്ല, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്ത് കാര്യം? IPC 300 ചില്ലുവാനും കുറെ ചില്ലറ വേണ്ടി വരും. അത് വെച്ച് നമുക്കൊരു പിടി പിടിക്കാം. 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാരും പറയുന്നത്? കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ അടുത്ത് വെറുതെ ഉരുണ്ട് കളിക്കണ്ട. അങ്ങനൊന്നും ഇല്ല, അത് ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ ഒരു സ്കാം ഒരുപാടുണ്ട്, അതിനൊന്നും പോയി തല വെക്കണ്ട. അങ്ങനൊന്നുണ്ടോ? പിന്നെ 21 വണ്ടിയോ അൻവിന്? ഇപ്പൊ 21 വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം നാളെ അത് വിറ്റ് കളയും. നാളെ വിറ്റ് കളയുമ്പോ പറയും പുള്ളി തള്ളിയതാ, പുള്ളിയുടെ വണ്ടി അല്ലെന്ന് പറയത്തില്ല. അങ്ങനെ പറയുമ്പോ നമ്മള് ഇതൊക്കെ വിറ്റ് കളയും. ഇഷ്ടബുദ്ധി ഞാൻ ഓർത്തില്ല. ഇനി ചുമ്മാതല്ല, കറണ്ട് പണിയെടുക്കുന്നവർക്ക് ബുദ്ധി കൂടും. ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. പുള്ളിക്കും ഇപ്പം പുള്ളിയുടെ വണ്ടി ഇപ്പോൾ എന്റെ വീട്ടിൽ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഹാഫ് ദ എമൗണ്ട് കൊടുത്തു, ഇനി കൊടുക്കാനുണ്ട്. അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനെന്ന പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതുമല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK-ല്? അതിനോട് ആര് തിരക്കുന്നു? ഇങ്ങനെയുണ്ട് ആൾക്കാര്. രണ്ടുള്ളി മൂത്രവും പോയി. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. മറ്റുള്ളവരെല്ലാം മണ്ടന്മാരനാ. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ കാണാം.